അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബനാന ചിപ്സ്, നമ്മളെ കായ വറുത്തത് നമ്മളെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളെ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3 കിലോ പച്ചക്കായ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളൊരു 3 കിലോ പച്ചപ്പഴം വാങ്ങിയിട്ടുണ്ട് ചിപ്സ് ഉണ്ടാക്കാൻ. അത് നമുക്കിതാ ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുക്കണത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ. അപ്പം നമ്മളിതാ ഒരു കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടെടുത്ത പഴം ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. ശരിക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി പോകണമെന്ന് വരെ വെയിറ്റ് ചെയ്യാട്ടോ. അതിൻ്റെ വെള്ളം ഉണങ്ങുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി ശരിക്കും ചൂടായിട്ടുണ്ട്. ഒരു 3/4 ലിറ്ററോളം ഓയിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഴം നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ സ്ലൈസർ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കൈയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ചൂടാവുന്നുള്ള. ഇനി ഒന്ന് ചൂടാവുന്നത് വരെ അങ്ങനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ശരിക്കൊന്ന് മറിച്ച് കൊടുക്കുക. ശരിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, എല്ലാ ഭാഗം വേവാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ നന്നായിട്ട് ക്രിസ്പി ആയി വരുന്ന വരെ അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. സംഭവം സിമ്പിൾ പരിപാടിയായിട്ട്. നിങ്ങൾ കൈ പൊള്ളണതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതിൻ്റെ മുകളിലിട്ട് സ്ലൈസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, എണ്ണ തെറിക്കുന്നതും ആവി കൊണ്ട് കൈ പൊള്ളണതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ ചിപ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇറക്കുന്നതിന് മുൻപ് നമ്മളിതാ കോരുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ഉപ്പും മിക്സ് ചെയ്തെടുത്ത ഒരു മിശ്രിതമാണ് ഇത്. ഇതൊരു 2 സ്പൂൺ ഇട്ടിട്ട് കൊടുക്കാം. അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ മുഴുവൻ പഴം ഇതുപോലെ ചെയ്തെടുക്കാം. സിമ്പിൾ പരിപാടിയാട്ടാ.
കണ്ടോ ഇതുപോലെ വെച്ചിങ്ങനെ കച്ച കച്ച കച്ചേച്ചിട്ട് എരിഞ്ഞാൽ മതി. കണ്ടോ അടുത്ത പായ എടുക്കുക. ഏകദേശം ഇതേപോലത്തെ ഒരു ചട്ടിയാണെങ്കിൽ ഒരു 3/4 ലിറ്റർ എണ്ണ കൊള്ളുന്ന ചട്ടിയാണെങ്കിൽ ഒരു സമയം ഒരു 2 പായം പൊരിക്കുക. മറ്റേ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പായൊക്കെ കൂടി ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കട്ടായി പോകും. അപ്പോൾ തന്നെ നമ്മളെ ചിപ്സ് കണ്ടോ നല്ല സെറ്റപ്പായിട്ട് വന്നതിനുണ്ടോ. നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റി. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കാം. നമുക്ക് അധികം ഒരു ചിലവില്ലാതെ നമുക്ക് നല്ല അടിപൊളി ചിപ്സ്, ഒരു മായവും ചേർക്കാത്ത ചിപ്സാണിത്. നമ്മളിതിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി മാത്രം, മറ്റ് കളറുകളോ ഒന്നുമില്ല, ഒന്നും നമ്മൾ ആഡ് ചെയ്തില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാവും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.